മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ചുള്ള കാർ യാത്രയിൽ ഖേദപ്രകടനവുമായി സിആർ മഹേഷ് എംഎൽഎ. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ എംഎൽഎ കാറിൽ യാത്ര ചെയ്തതിൽ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് ഖേദപ്രകടനം. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ പിഴവുണ്ടാകാൻ പാടില്ലെന്ന് എംഎൽഎ പറഞ്ഞു. തെറ്റാവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും സിആർ മഹേഷ് വ്യക്തമാക്കി. എംഎൽഎക്കൊപ്പം യാത്ര ചെയ്യുന്ന ദൃശ്യം കായികമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ജേസൺ റീലായി ചിത്രീകരിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ പിന്നിലെ സീറ്റിലുണ്ടായിരുന്നു. എ.വി. ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, സംഭവിക്കാൻ പാടില്ലാത്തതാണ്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി മാതൃകയാകേണ്ട ആൾ അത് നിയമലംഘനം നടത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അദ്ദേഹം അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നു, അത് പറയുന്നു, വ്യക്തമാക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിൽ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഒരു ചിത്രീകരണം, ഒരു വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ നടത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കായിക മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായ ജെയ്സൺ തൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് ആ വീഡിയോ വലിയ തോതിൽ പ്രചരിക്കപ്പെടുകയും അത് ചർച്ചയാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സിആർ മഹേഷ് എംഎൽഎ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനവുമായി രംഗത്ത് വരുന്നത്. അതായത് മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ചത് തെറ്റാണ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇത്തരത്തിൽ കാറിൽ യാത്ര ചെയ്തത് അത് പിഴവാണ്, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും സിആർ മഹേഷ് എംഎൽഎ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സിആർ മഹേഷിനൊപ്പം തന്നെ ചാണ്ടിയുമ്മൻ എംഎൽഎയും ഇത്തരത്തിൽ ഈ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രീകരിച്ചൊരു വീഡിയോ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കായിക മന്ത്രിയുടെ ഉൾപ്പെടെ പേഴ്സണൽ സ്റ്റാഫാണ് ഈ വീഡിയോ ചിത്രീകരിക്കുകയും അത് പിന്നീട് പങ്കുവെക്കുകയും ചെയ്തു. ഇത് വലിയ ചർച്ചാ വിഷയമായതിന് പിന്നാലെ കായിക മന്ത്രിയും ഇത് ന്യായീകരിക്കാൻ പറ്റില്ലെന്നും ഇത് തെറ്റാണെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് സിആർ മഹേഷ് ഇതിൽ വീഴ്ച പറ്റി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്.